ഹലോ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മാക്രമേ ഷാൻഡിയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് ബേസിക് നോട്ട്സ് വെച്ചിട്ടുള്ള ഒരു ഷാൻഡിയർ ആണത്. എനിക്ക് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മോഡൽ ഷാൻഡിയർ ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ലാർജ് ഹെഡ് നോട്ട്, സ്ക്വയർ നോട്ട്, ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു 10 ഇഞ്ചിന്റെ റിംഗിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇതിന് നമ്മൾ 10 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് എടുക്കുന്നത്. അതിന് ഇതുപോലെ 3 സൈഡ് ഞാനിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിതിന് ഈ ഒരു സ്റ്റാൻഡിലാണ് ഞാനിന്ന് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് സർഫസാണ് ഉള്ളത് അതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 3mm സിംഗിൾ സ്ട്രാൻഡ് കോഡാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഒരു 1.5 മീറ്റർ ലെങ്ത്തുള്ള കോഡുകളാണ് ഞാൻ അതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ 10 ഇഞ്ചിൻ്റെ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നമ്മളത് ഫില്ലാവണ വരെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ പാറ്റേൺ അനുസരിച്ച് ഞാൻ കുറച്ചെണ്ണം അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന രീതിയിൽ കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ 1 ബൈ 1 ആയിട്ട് ഫസ്റ്റ് നമ്മൾ ലാക്സ് ഹെഡ് നോട്ട് കെട്ടി കൊടുക്കുക. 150ൻ്റെ കോഡ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതിൽ കൊടുക്കുന്നത്. നമുക്കിങ്ങനെ ഷാൻഡിലിയേഴ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ഇതുപോലെ ഇങ്ങനെ കുറച്ച് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ എനിക്കിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്തിരിക്കുന്നത്. നമുക്കല്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റാൻഡിലോട്ടേക്ക് മേലെ ടോപ്പിലോട്ടേക്ക് ടൈറ്റ് ചെയ്ത് വെച്ചാൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഓരോ കോഡുകളും ആഡ് ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ 8 കോഡ്സാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യണ പോലെ നമുക്ക് സ്ക്വയർ നോട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റിൽ 2 കോഡ് എടുക്കുക, സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ അങ്ങനെ 8 സെറ്റ് വരുന്ന രീതിയിലാണ് നമുക്ക് കോഡ്സിൻ്റെ എണ്ണം വേണ്ടത്. അപ്പം 10 ഇഞ്ചിൻ്റെതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ ചെയ്യുന്ന സമയത്ത് 8ൻ്റെ എത്രണ്ണം വേണമെന്നുള്ള അനുസരിച്ചിട്ട് നമ്മൾ ത്രെഡ് സ്പേസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാനിതിൽ ഈ 8 കോഡ്സ് വെച്ചിട്ട് ഫസ്റ്റത്തെ 8 കോഡ്സ് വെച്ചിട്ട് ഒരു 4 സ്ക്വയർ നോട്ടാണ് ഫസ്റ്റ് റോയിൽ കെട്ടിക്കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഓരോ സെക്ഷനായിട്ടാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ അത് അല്ലെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് ഇങ്ങനെ ചെയ്ത് പോവാം. പക്ഷെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ 8 കോഡ്സ് എടുത്തിട്ട് ഞാൻ ഫസ്റ്റിൽ വെച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത റോ ചെയ്യുന്ന സമയത്ത് 2 എണ്ണം സ്കിപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കൊരു വി ഷേപ്പാണ് കിട്ടേണ്ടത്. അപ്പോൾ 4 3 2 1 എന്നുള്ള രീതിയിലാണ് നമുക്ക് സ്ക്വയർ നോട്ട്സിൻ്റെ പാറ്റേൺ വരുന്നത്. അപ്പോൾ സെക്കൻഡ് റോ ചെയ്യുന്ന സമയത്ത് 3 സ്ക്വയർ നോട്ടായിരിക്കും വരിക. ഷാൻഡിലിയർ ചെയ്യാൻ ഏത് ത്രെഡാണ് നല്ലതെന്ന് വെച്ചിട്ട് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മാക്രമേയിൽ അങ്ങനെ റൂളൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് വേണേൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ ഫ്രിഞ്ചസ് കോംബ് ചെയ്യുന്നതിന് ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ കൂടുതലും ശ്രദ്ധിക്കാറുള്ളത്. പിന്നെ നമുക്ക് ഏത് ടെക്സ്ചറാണ് ഇഷ്ടപ്പെടുന്നതെന്നുള്ളത്. ട്വിസ്റ്റഡിൻ്റെ ആ ഒരു ടെക്സ്ചർ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ബ്രൈഡഡ് യൂസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല. അതേപോലെ തന്നെ സിംഗിൾ സ്ട്രാൻഡ് യൂസ് ചെയ്യാം. അപ്പോൾ തേർഡ് റോയിൽ 2 സ്ക്വയർ നോട്ട്സ് ആണ് വരിക. ആൻഡ് ഫൈനലി ലാസ്റ്റ് റോയിൽ 1 സ്ക്വയർ നോട്ട്. അങ്ങനെ നമ്മളൊരു വി ഷേപ്പിൽ അത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. എപ്പോഴും ചെയ്യുന്ന സമയത്ത് നീറ്റായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമുക്കതിൽ ഡിഫക്ട്സ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. നമുക്ക് ടൈം എടുത്ത് ചെയ്താലും നല്ല നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിയിൽ ത്രൂ ഔട്ട് ഈ ഒരു റിങ്ങിൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പോൾ ഇത് ചെയ്യണ സമയത്ത് ഇപ്പോൾ നമ്മൾ 8 കോഡ്സ് എടുത്തിട്ടുണ്ടല്ലോ, ആ സ്ക്വയർ നോട്ട് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 4 കോഡ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ വീണ്ടും ആ ഒരു റോയിൽ 4 സ്ക്വയർ നോട്ട്സ് കെട്ടി കൊടുക്കുക. അത് ഞാൻ പറഞ്ഞത്, അത് ഞാൻ സെറ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത്.
നെക്സ്റ്റ് റോയിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 സ്ക്വയർ നോട്ട്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് കൗണ്ട് ചെയ്യണ സമയത്ത് ശ്രദ്ധിച്ച് കൗണ്ട് ചെയ്യുക. നമ്മളിപ്പം കെട്ടിയ 4ൻ്റെ 2 സ്കിപ്പ് ചെയ്യേണ്ടത്. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി ആ ഒരു സ്റ്റെപ്പ്. പിന്നെ ബാക്കി താഴോട്ടേക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓരോ സ്ക്വയർ നോട്ട്സിൻ്റെ റോയിലും 2 വീതം സ്കിപ്പ് ചെയ്തിട്ടാണ് ഇതൊരു വി ഷേപ്പിൽ വരുന്നത്. നമ്മൾ കുറേ വീഡിയോസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത്ര പറയാത്തത്. നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും. ഇപ്പോൾ സെക്കൻഡ് റോ ആയി. ഇനി ഇതുപോലെ തേർഡും ഫോർത്തും ചെയ്യാം. നമ്മളിതിന് ബിഗിനിങ്ങിൽ ലാഗ് സൈഡ് നോട്ടാണ് ചെയ്തത്. അതിന് പകരം റിവേഴ്സ് ലാഗ് സൈഡ് നോട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയും ചിലരൊക്കെ ഡൗട്ട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഏതിലാണ് ലാഗ് സൈഡ് നോട്ട് വേണ്ടത്, ഏതിലാണ് റിവേഴ്സ് ലാഗ് സൈഡ് നോട്ട് ഇടേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏത് പാറ്റേൺ ഇഷ്ടമാവണമെന്നുള്ള നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് സെറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ത്രൂ ഔട്ട് ഈ ഒരു റിങ്ങിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ 8 കോഡ്സിൻ്റെ സെറ്റ് വരുന്ന രീതിയിൽ വേണം നമ്മൾ അറേഞ്ച് ചെയ്യാൻ സ്പേസ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ ടോട്ടൽ 8 കോഡ്സ് ലെഫ്റ്റിലും 8 കോഡ്സ് റൈറ്റിലും ഉണ്ടാവും. അതിൽ നമ്മൾ 7 കോഡ്സിനെ മാത്രം എടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു സ്ക്വയർ നോട്ട്സ് കെട്ടിക്കൊടുക്കുകയാണ്. 7 കോഡ്സ് ലെഫ്റ്റിൽ നിന്നും 7 കോഡ്സ് റൈറ്റിൽ നിന്നുമാണ് എടുക്കുന്നത്. 8th കോഡ് ഞാനവിടെ സ്കിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്കിപ്പം ഞാനിപ്പം 7 കോഡ് എടുത്തതിന് പകരമായിട്ട് അതിലും കുറച്ചിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഇത് കുറച്ചിങ്ങനെ പുറത്തോട്ടേക്കല്ല, ഒരു ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ ഒരു തള്ളിച്ച് വരുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് ഇഷ്ടമാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സ്ക്വയർ നോട്ടിൻ്റെ ചെയ്തല്ലോ, അതിൽ ഹാഫ് സ്ക്വയർ നോട്ട്, അതായത് ഒരു സ്പൈറൽ നോട്ട് കെട്ടിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ആ 8th കോഡ് ഞാൻ ലെഫ്റ്റിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടിക്കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ബേസിക് ട്യൂട്ടോറിയൽ പോയി ചെക്ക് ചെയ്താൽ മതി ഓരോ നോട്ട്സിൻ്റെത്. ഇപ്പം നമുക്ക് ഈ ഒരു പാറ്റേൺ കാണിക്കേണ്ടത് കൊണ്ടാണ് നമ്മളിത് കാണിക്കുന്നത്. അപ്പം അത്ര സൂം ചെയ്ത് ചെയ്യാത്തത് അതുകൊണ്ടാണ്. നമുക്ക് ഈ ഒരു എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ള അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. 8th കോഡ് വെച്ചിട്ട് ടോട്ടൽ 7 ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടിക്കൊടുക്കണം. ഈ കൗണ്ടും അതേപോലെ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാറ്റേൺ ഏതാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ യൂണിഫോം ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. സെവൻ കോഡ്സ് ലെഫ്റ്റിൽ ഞാൻ ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ അപ്പോൾ 7 കോഡ്സ് ലെഫ്റ്റ് ആയിട്ടുണ്ടാവും. ആ ഒരു കൗണ്ട് തെറ്റാൻ പാടില്ല. ഒരു സൈഡ് 6, ഒരു സൈഡ് 8 അങ്ങനെയൊന്നും വരാൻ പാടില്ല. ഈക്വലായിട്ട് തന്നെ വരണം. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുമ്പം ലെഫ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ സെയിം ഇപ്പോൾ ചെയ്ത പോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള 8th കോഡ് എടുത്തിട്ട് അതിനെ ഫില്ലർ കോഡാക്കി വെച്ചുകൊണ്ട് ബാക്കിയുള്ള 7 കോഡ്സ് വെച്ചിട്ട് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടി കൊടുക്കുകയാണ്. ആ സ്ക്വയർ നോട്ട് കെട്ടിയതിൻ്റെ ആ ഒരു എഫക്റ്റ് എങ്ങനെയാണെന്നുള്ളത് കുറച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും. അതിങ്ങനെ പുറത്തോട്ടേക്കല്ലാതെ ഉള്ളിലോട്ടേക്കാണ് കുറച്ചൊരു ഇതുണ്ടാവുക. ഇനി ഇതിൻ്റെ സെൻറ്റർ ഫിനിഷ് ചെയ്യണ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് ഡയഗണലായിട്ട് വെച്ചിട്ടുണ്ട് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടി കൊടുക്കുക. ഇങ്ങനെയാണ് ഈ ഒരു റോയിൽ അടുത്ത പാറ്റേൺ വരുന്നത്.
അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താം. അപ്പോൾ അഗെയിൻ നെക്സ്റ്റ് സെറ്റ് എടുക്കുന്ന സമയത്ത് 7 കോഡ്സ് ലെഫ്റ്റിൽ നിന്നും 7 കോഡ്സ് റൈറ്റിൽ നിന്നും എടുത്തിട്ട് സ്ക്വയർ നോട്ട് കെട്ടി കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഹാഫ് സ്ക്വയർ നോട്ട് കെട്ടുക എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഉള്ളിലോട്ടേക്കുള്ള വലിവുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ ബീഡ്സ് ഒക്കെ വയ്ക്കാം. നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസിൽ ഇതിനെ മോഡിഫൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ത്രൂ ഔട്ട് ഞാൻ ഇതുപോലെ ആ ഒരു ഫസ്റ്റ് സെറ്റ് പോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സെക്കൻഡ് റോയിലെ പാറ്റേൺ. ഇനി തേർഡ് റോയിൽ ഞാൻ വേറൊരു മാറ്റമാണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ നേരത്തെ ചെയ്ത സ്ക്വയർ നോട്ട് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഞാൻ സ്കിപ്പ് ചെയ്യാണ് ഇവിടെ. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് 8th കോഡ് ആണ് എടുക്കുന്നത്. അതായത് ആദ്യം ആ കോഡ്സിനെ 8 കോഡ് ലെഫ്റ്റിൽ നിന്നും 8 കോഡ് റൈറ്റിലേക്കും കറക്റ്റ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനത്തെ 8th കോഡ് ഫില്ലർ കോഡാക്കി വെച്ചുകൊണ്ട് 7 കോഡ്സിനെ വെച്ചുകൊണ്ട് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടിക്കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ മേലെ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് വേണമെങ്കിൽ ഇവിടെ ചെയ്യാം. അങ്ങനെ ചേഞ്ചസ് ഒക്കെ വരുത്താം ഓരോ പാറ്റേണിലായിട്ട്. കുറേ പേര് അതേപോലത്തെ വേറൊരു ഡൗട്ടാണ് സ്ക്വയർ നോട്ട് കെട്ടാൻ 4 കോഡ്സ് വേണ്ടെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് 2 കോഡ് ഉണ്ടെങ്കിലും സ്ക്വയർ നോട്ട് കെട്ടാം, 3 കോഡ് ഉണ്ടെങ്കിലും കെട്ടാം, 4 കോഡ് ഉണ്ടെങ്കിലും കെട്ടാം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്ത പോലെ നമ്പർ എത്രത്തോളം കൂടിയാലും നമുക്ക് സ്ക്വയർ നോട്ട് കെട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഒരു കോഡ് ലെഫ്റ്റിൽ നിന്നും ഒരു കോഡ് റൈറ്റിൽ നിന്നും എടുത്തിട്ടാണ് ഒരു സ്ക്വയർ നോട്ട് കെട്ടുന്നത്. അതിന് പകരമായിട്ട് 2 കോഡ് ലെഫ്റ്റിൽ നിന്നും 2 കോഡ് റൈറ്റിലും എടുത്തിട്ട് നിങ്ങൾക്ക് സ്ക്വയർ നോട്ട് കെട്ടാം. അപ്പോൾ കുറച്ചുകൂടെ ഒരു കാണുമ്പോൾ മാറ്റം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പാറ്റേണൊക്കെ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പം ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡിലുള്ള 8th കോഡ് എടുക്കുക, 7 കോഡ്സ് വെച്ചിട്ട് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടിക്കൊടുക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളത് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് എപ്പോഴും ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. സെക്കൻഡ് റോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, അത് ആ ഫസ്റ്റ് റോയിൽ നിന്നും കുറച്ച് ഉള്ളോട്ടേക്കായിട്ട് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ തേർഡ് റോ ചെയ്യുമ്പോൾ വീണ്ടും അത് കുറച്ച് പുറത്തോട്ടേക്ക് തന്നെയാണ് വരുന്നത്. അധികം ഉണ്ടാവില്ല, കാരണം നമ്മൾ സെക്കൻഡ് റോയിൽ ആ ഒരു ഉള്ളോട്ടേക്ക് വന്നതുകൊണ്ടാണത്. ഇനി നമ്മൾ നേരത്തെ പോലെ എൻഡും സെയിം സ്റ്റെപ്പിൽ തന്നെ ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് തേർഡ് റോയിൽ വരുന്നത്. ഇനി ഈ ഒരു പാറ്റേൺ നെക്സ്റ്റ് റോയിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ കൗണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. 7 കോഡ്സ് നമ്മൾ 8th കോഡിനെ ഫില്ലർ കോഡാക്കി വെച്ചുകൊണ്ട് 7 കോഡ്സിനെ വെച്ചിട്ട് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടി കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് തേർഡ് റോ വരുന്നത്. ഇനി ഒരു റോ കൂടെ ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണം ഇവിടെ വെച്ച് നിർത്താം. നമ്മുടെ സെക്കൻഡ് റോയിലുള്ള സെയിം പാറ്റേൺ ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾ ഇനിയിപ്പം സംശയമുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ലോ ആക്കി കണ്ടാലും മതി കേട്ടോ. ഇപ്പോൾ ചിലർക്കിപ്പം ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ലോ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. നമുക്ക് വീഡിയോയിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി സ്പീഡായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ. സെക്കൻഡ് റോയിൽ ചെയ്ത സെയിം സ്റ്റെപ്പ് 8
ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ലെഫ്റ്റിലും റൈറ്റിലും 8 കോഡ്സ് വരുന്ന രീതിയിൽ 8th കോഡിനെ ഫില്ലർ കോഡായിട്ട് വെക്കുന്നു. ബാക്കിയുള്ള കോഡുകൾ വെച്ചിട്ട് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട്. പിന്നീട് കുറേ പേര് ചോദിക്കാറുള്ളത് ഇതുപോലത്തെ ഫ്രെയിംസ് എവിടെ നിന്നാണ് കിട്ടുക? നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. കുറേ പേരൊക്കെ സെയിൽ ചെയ്യാറുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള വെൽഡിങ് ഷോപ്പിലുള്ള ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർ ചെയ്തു തരും. സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഒരു പീസൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് ചെയ്യാൻ ചിലർ ബുദ്ധിമുട്ട് പറയാറുണ്ട്. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്നതാണ്. അപ്പോൾ റേറ്റിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു കുറവുണ്ടാവും. കാരണം നമ്മുടെ ഇവിടെയൊക്കെ സിംഗിൾ പീസിന് അവരുടെ ഒരു കാരണം ചെറിയ പണികളാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ല റേറ്റ് പറയും. അപ്പോൾ നമുക്ക് പൈസയുടെ കാര്യത്തിലും ഇതാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമുക്കിങ്ങനെ ഇപ്പം ചിലപ്പം പ്രോപ്പറായിട്ടുള്ള സൈറ്റുകൾ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ വെച്ച് ചെയ്യിക്കുന്നതാണ്. പിന്നെ നമുക്ക് എല്ലാ സൈസിലും കാര്യത്തിലും ഒക്കെ ഓൺലൈനിൽ ചിലപ്പോൾ കിട്ടാം. ചിലപ്പോൾ ഞാനിപ്പോൾ 10 എടുത്തതിന് പകരം നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ വലിയ സൈസൊക്കെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വെൻഡേഴ്സൊക്കെ നമുക്ക് കുറവായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഇതുപോലെ അടുത്തുള്ള വെൽഡ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇനി ഈ ഒരു റിങ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എംബ്രോയ്ഡറി ഹൂപ്പിലോ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ ബൾബ് വെക്കുന്ന ആ ഒരു ഹോൾഡറിൻ്റെ അവിടെയാണ് നമുക്ക് കുറച്ചൊരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ അതിന് പകരം ഫെയറി ലൈറ്റ്സോ അല്ലെങ്കിൽ നമ്മൾ കെട്ടുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് മേലെ ആ ഒരു രീതിയിൽ കെട്ടുന്ന രീതിയിലൊക്കെ ആക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഇൻ കേസ് നിങ്ങൾക്കത് കിട്ടിയില്ലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രെയിം. പക്ഷേ ഷാൻഡിയർ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. പിന്നെ ഈ ഒരു ഫ്രെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ട്സ് കാര്യങ്ങളൊക്കെ അറിയെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിഫറെൻറ്റ് പാറ്റേൺസിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ 4th റോയിൽ 2nd റോയിലെ പോലെ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഞാൻ അപ്പം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി ഇതിൻ്റെ എൻഡിൽ ഞാൻ കുറച്ച് ഫ്രിഞ്ചസ് കൊടുക്കുന്നുണ്ട്. വേറെ നോട്ട്സ് കാര്യങ്ങളൊന്നും അതിലിടുന്നില്ല. ഞാൻ കോംബ് ചെയ്യുന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കോംബ് ചെയ്തിടാം. നല്ല ഭംഗിയുണ്ടാകും കോംബ് ചെയ്യാൻ. പക്ഷേ കുറച്ച് ടൈം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. പിന്നെ ഒരു കട്ട് ചെയ്യണ സമയത്തുള്ള എനിക്ക് ഈ ഒരു മെത്തേഡാണ് ഏറ്റവും കൂടുതലായിട്ട് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പോർഷൻ എടുത്തതിന് ശേഷം നമുക്ക് വേണ്ട, ഇപ്പം ഞാനിവിടെ ഒരു 30 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. അത് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്തത് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇത്ര ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ഗ്യാപ്പ് വിട്ടിട്ടാണ് അടുത്തത് ചെയ്യുക. എന്നിട്ട് പിന്നെ ലാസ്റ്റ് എല്ലാത്തിനെയും കൂടെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് വരുന്നത്. ഈ നല്ലൊരു പാറ്റേണിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിലോട്ടുള്ള ആ ഒരു തള്ളിച്ച വരുന്നത് ആ ഒരു സ്ക്വയർ നോട്ട് പാറ്റേൺ അവിടെ വരുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കത് വേണേൽ ഒഴിവാക്കി 3rd റോയിൽ നമ്മൾ ചെയ്ത പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ ബൾബ് ഹോൾഡറിൻ്റെ കാര്യം നമുക്കതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ എംബ്രോയ്ഡറി ഹൂപ്പ് വെച്ചിട്ട് ചെയ്യാം. സോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വീഡിയോസൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്